ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം മുഷിയരുത്. നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്ത് ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കാം. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിവർത്തിക്കും. എന്ത് മനോഹരമല്ലേ! നമ്മൾ പ്രാർത്ഥിച്ചു ഉപവസിച്ചു, എന്നിട്ട് മറ്റുള്ളവർക്ക് എന്താ ഇത്ര വലിയ സുഖം, അവർക്ക് എന്തിനും ഒരു കുഴപ്പമില്ല, അവർ നല്ല വയറ് പോലെ നടക്കുന്നില്ലേ, അവർ കാണിക്കുന്ന സൗദത്തില്ലേ, അവർക്കെല്ലാം കൊടുത്തില്ലേ എന്ന് നമ്മൾ അറിയാതെ അറിഞ്ഞോ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ മനുഷ്യരിലും പല ചിന്തകൾ വരും. ഭർത്താവ് പറയുന്നത്, ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ എന്തിനാ മുഷിയുന്നു, നീ എന്തിനാ അങ്ങോട്ട് നോക്കിയത്? നമുക്ക് അവിടോട്ട് നോക്കാൻ പോലും അവകാശമില്ല. അപ്പം ദുഷ്പ്രവർത്തിക്കാരെന്ന് പറയുമ്പം ഈ 37-ാം സങ്കീർത്തനത്തിൽ നല്ലവനെക്കുറിച്ചും, അതായത് ദൈവത്തിൻ്റെ നീതിമാനെക്കുറിച്ചും ദുഷ്പ്രവർത്തികൾ, ദൈവത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാത്തവനെല്ലാം ജാതീയ സ്പിരിറ്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർ സത്യദൈവത്തെ കണ്ടിട്ടില്ല. സോ വെദർ ദേ ഡു ഗുഡ് ഓർ ബാഡ് ഈസ് നോട്ട് ദ ക്വസ്റ്റ്യൻ. അവർ ഏത് സ്പിരിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ കാര്യം കാണാൻ വേണ്ടി ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളോട് അമിത സ്നേഹം കാണിച്ചെന്നിരിക്കും. പക്ഷെ അതല്ല ദൈവം നോക്കുന്നത്.